ഇത് കോങ്ങാട് എൻ്റെ നാടാണ് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഈവനിങ് വ്ളോഗിലോട്ട് സ്വാഗതം. പെരുമഴ പെയ്തൊഴിഞ്ഞ സമയം എനിക്കും കുഞ്ഞിക്കും ഒരേ തോന്നല മുട്ടപ്പച്ചി കഴിക്കാൻ, കാളൻ ഒരു കട്ടിങ് അടിക്കാൻ. കട്ടിങ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ചായയാണ് കേട്ടോ. നമ്മൾ എത്തിയതും കറക്റ്റ് ടൈമിങ്ങിലാട്ടോ. തിളച്ച എണ്ണയിൽ കടന്ന് വേവുമായിരുന്നു മുട്ടപ്പച്ചി. അങ്ങനെ കോരിയെടുത്ത മുട്ടബജിയിൽ നിന്ന് 2 പീസ് ഞങ്ങൾക്ക്. ചൂടുള്ള മുട്ടബജിയിലേക്ക് ആ പൊടി വിതറിയിട്ട് വായിലങ്ങോട്ട് വെച്ചേ ഉള്ളൂ. നന്നായി പൊള്ളി, എന്നാലും സാരല്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. GUP സ്കൂളിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ബജ്ജിക്കട ഉള്ളത്. കോങ്ങാട്ടിൽ ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. നനനനുത്ത ചാറ്റൽ മഴയിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റും വീട്ടിൽ പാർസൽ കൊണ്ടുപോയി കഴിക്കുന്ന ടേസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? അതൊന്ന് ആസ്വദിക്കാൻ ഇറങ്ങിയതാട്ടോ ഞങ്ങൾ. സെയിം സ്പോട്ടിൽ തന്നെ വേറൊരു കട കൂടി ഉണ്ട് കേട്ടോ. മസാലപ്പൂരി, പാനിപ്പൂരി, നല്ല ചൂട് കാളനൊക്കെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു കട. നമ്മുടെ പൊന്നേട്ടൻ്റെ കട. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ SBIക്ക് മുന്നിൽ തന്നെ. ഇവിടെ വരുമ്പോഴേ കാളൻ മസ്റ്റ് ട്രൈ ആണ്. കാളനും പാനിപ്പൂരിയും പാർസലാക്കി ഞങ്ങൾ നടന്നു. എങ്ങോട്ടാന്നല്ലേ, ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ചായ് കാഫി എന്നും പറഞ്ഞ് പുതിയൊരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം 6:30 എങ്ങാണ്ട് ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയ. പെരുമഴ തോർന്നിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അടുത്ത പെരുമഴയ്ക്ക് മുമ്പ് നമുക്ക് എന്തായാലും വീടെത്താം. അവിടെയും അത്യാവശ്യം എണ്ണക്കടികൾ ഉണ്ടായിരുന്നു കേട്ടോ. സ്പ്രിംഗ് റോള്, പപ്സ്, അതുപോലെ കച്ചായോ, അച്ചായ എന്തോ പറയുന്ന സാധനം, ഉണ്ണിയപ്പം. കഴിക്കാൻ വയറ്റിലൊരു തുള്ളി സ്ഥലമല്ല, അതുകൊണ്ട് ഞങ്ങൾ പാർസലാക്കി ഉണ്ണിയപ്പവും കച്ചായോ ഒക്കെ. അവിടെ നിന്ന് തിരിഞ്ഞു നടന്നപ്പം നീല ആകാശം മുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ GUP സ്കൂൾ കണ്ടപ്പോൾ ഉണ്ടല്ലോ, മനസ്സ് നിറയെ സന്തോഷമായിരുന്നു കേട്ടോ. ഞാനും അമ്മയും അച്ഛനും കുഞ്ഞിയൊക്കെ പഠിച്ച സ്കൂളാണ് അത്. അന്നത്തെ ആ സ്കൂളിൽ നിന്ന് ഇന്നത്തെ സ്കൂളിലോട്ടുള്ള വളർച്ച കാണുമ്പോൾ ശരിക്കും അഭിമാനം തോന്നുക കേട്ടോ. എല്ലാ തവണയും നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും കുഞ്ഞി ഇതേപോലെ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ച് കറങ്ങാൻ ഇറങ്ങും കേട്ടോ. എൻ്റെ കുട്ടി തേവാങ്കുകളെ എൻ്റെ അമ്മ മാനേജ് ചെയ്തോളൂ കേട്ടോ. ആ ധൈര്യത്തിലാണ് ഈ കറക്കം. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഈ ഏരിയയ്ക്ക് പുതിയൊരു പേരിട്ടിട്ടുണ്ട്, സൗഹൃദ നഗർ. അപ്പം ഞങ്ങൾ വേഗം പോട്ടെ. പൊന്നേട്ടൻ്റെ കടയിൽ പാനിപ്പൂരിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഫാൻസ് കൂടുതലാണ്. എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വരട്ടെ.